യെസ്, ആ അപകട മരണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അവര് മരിച്ചത് തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു ആണ് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ്. നേരത്തെ ബിന്ദുവിനെ കാണാനില്ല എന്നുള്ള പരാതി ഉയർന്നു വന്നതിന് ശേഷമാണ് അവിടെ പരിശോധന നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആ സ്ത്രീയുടെ പേര് വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. മരിച്ചത് തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു, ഭർത്താവാണ് അവരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത് തുടങ്ങിയ വിവരങ്ങൾ കൂടി വരികയാണ്. ഇപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ തിരുവഞ്ചൂർ, ചികിത്സ തേടി എത്തിയതായിരിക്കാം, അല്ലെങ്കിൽ ആർക്കൊപ്പമെങ്കിലും എത്തിയതായിരിക്കാം. പക്ഷേ വലിയൊരു അനാസ്ഥയുടെ ഇരയായി മാറാനായിരുന്നു അവരുടെ വിധി. കാരണം മന്ത്രിമാരടക്കം അവിടെ എത്തി ആ അപകടത്തെ ലഘൂകരിച്ചു. അവിടെ ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടമാണെന്ന് പറഞ്ഞു. അതിനിടയിൽ ഈ രക്ഷാദൌത്യം വൈകിയത് 1.5 മണിക്കൂറാണ്. എന്ത് ന്യായീകരണമാണ് ഈ സംഭവങ്ങൾക്ക് നൽകേണ്ടത്? യഥാർത്ഥത്തിൽ മനസാക്ഷിയുള്ള ഒരാളിന് ഒരു ന്യായീകരണവും പറയാൻ കഴിയില്ല. ഒരു പാവപ്പെട്ട സ്ത്രീ മണ്ണിനടിയിൽ കിടക്കുമ്പോ, മരിച്ചു കിടക്കുമ്പോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച രീതിയാണോ? ഒരു കാരണവശാലും ചെയ്യരുതാത്ത കാര്യമാണ്. മാത്രമല്ല, അതുകൊണ്ട് എന്ത് പറ്റി? തെരച്ചിൽ താമസിപ്പിച്ചു. കാരണം ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുമ്പോ പിന്നെ പ്രത്യേകിച്ച് തെരയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഈ ഡെഡ് ബോഡി മണ്ണിനടിയിൽ കിടക്കുമ്പോഴും ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് തെരച്ചിൽ പോലും താമസിപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ആ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കണ്ടേ? തീർച്ചയായിട്ടും ആ ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കണം. ഈ മരണത്തിന് അവർ സമാധാനം പറയുകയും വേണം. അതിനപ്പുറത്തേക്ക് ഈ സംഭവത്തെ ലഘൂകരിക്കാൻ അവിടെ പാടുപെടുന്നതിനിടയിൽ പോലും ഒരുപക്ഷെ അവർ ആ മണ്ണിനടിയിൽ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയായിരിക്കും എന്നുള്ള ഒരു ദുഃഖകരമായ യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു സ്ഥലത്തെത്തുന്നു, അവിടെ അപകടം ഉണ്ടാകുന്നു, അവിടെ ഒരു പരാതി ഉയരുന്നതിന് മുൻപേ തകർന്നു വീണ കെട്ടിടത്തിൽ പരിശോധന നടത്തുക എന്നുള്ളത് ഒരു കോമൺ സെൻസ് അല്ലേ? യഥാർത്ഥത്തിൽ അതല്ലേ ചെയ്യേണ്ടത്? അത് ചെയ്യുന്നതിന് പകരം ജനങ്ങളുടെ കണ്ണ് കെട്ടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടന്നത്. അവരുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടന്നത്. ഒരു കാരണവശാലും കേരള ജനസമൂഹത്തിന് സഹിക്കാൻ കഴിയുന്നതിനേക്കാൾ എത്രയോ അപ്പുറത്താണ് എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. ശ്രീ തിരുവഞ്ചൂർ, താങ്കൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഇത് ആളൊഴിഞ്ഞ ഒരു കെട്ടിടമായിരുന്നു, അത് ഉപയോഗശൂന്യമായിരുന്നു എന്നൊക്കെ മന്ത്രിമാർ പറയുമ്പോൾ അങ്ങനെ തന്നെ ആയിരുന്നു അവിടെ? അല്ല, 14 നമ്പർ വാർഡുണ്ട്, അതോട് ചേർന്ന് വേറൊരു വാർഡുണ്ട്. അതിന്റെ ഭിത്തി ഇടിഞ്ഞാൽ 2 സ്ഥലത്തും ഒരുപോലെ അപകടം ഉണ്ടാവുകയല്ലേ? ആളൊഴിഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാ ഈ ആളുകൾ വന്നു പെട്ടത്? എങ്ങനെയാ ആളൊഴിഞ്ഞ സ്ഥലമാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കണ്ടെത്തിയ 3 ആളുകളുടെ പരിക്ക് പറ്റിയ ആളുകളുണ്ടല്ലോ, മരിച്ചുപോയ വ്യക്തിയുണ്ടല്ലോ. ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ മുറിക്കകത്തുന്നത് എങ്ങനെ അത് സംഭവിക്കും? അപ്പൊ വ്യാപകമായ രൂപത്തിൽ കുറ്റം പറയുന്നതിന് വേണ്ടിയുള്ള, കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ഇവരെടുത്തത്.